നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളപ്പിറവി ദിനത്തിൽ ചെരുപ്പ് തുന്നൽ തൊഴിലാളികൾക്ക് വർക്ക് ഷെൽട്ടർ കൈമാറി. ഇനി മഴയും വെയിലുമേൽക്കാതെ സുരക്ഷിതമായി ജോലി ചെയ്യാം. ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ സമ്മാനം. കണ്ണൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കേന്ദ്രം. പിടികൂടിയത് 1,02,00,000 രൂപയുടെ സ്വർണം. 3 പേർ കസ്റ്റംസ് പിടിയിൽ. ബുദ്ധമയൂരിയുടെ വംശനാശത്തിന് കാരണമാവുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, മുള്ളിലം ചെടിയെ സംരക്ഷിക്കുക ക്യാമ്പയിനുമായി സെന്റ് തെരേസസ് വിദ്യാർത്ഥിനികൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെരുപ്പ് തുന്നൽ തൊഴിലാളികൾക്കായി കേരളപ്പിറവി ദിനത്തിൽ വർക്ക് ഷെൽട്ടർ നൽകി. ഓഫീസേഴ്സ് ക്ലബ്ബ് പരിസരത്തും പ്രസ് ക്ലബ്ബ് പരിസരത്തുമായി 12 തൊഴിലാളികൾക്ക് മഴയും വെയിലുമേൽക്കാതെ സുരക്ഷിതമായി ജോലി ചെയ്യാൻ പറ്റുന്ന 6 ഷെൽട്ടറുകളാണ് അനുവദിച്ചത്. കോർപ്പറേഷന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഷെൽട്ടറുകൾ നിർമ്മിച്ചത്. ഓഫീസേഴ്സ് ക്ലബിന് സമീപത്ത് വെച്ച് നടന്ന പരിപാടി മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. അനുഭവം തന്നുകൊണ്ടാണ്, നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഇത് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കണ്ണൂർ കോർപ്പറേഷന് നിങ്ങളിൽ നിന്നുകൂടി ഊർജം സമാഹരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കൂടി പിന്തുണ നമുക്ക് വേണ്ടതുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ഞങ്ങളോട് ചേർന്ന് നിന്ന എല്ലാവരെയും, കോർപ്പറേഷൻ നടത്തുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന, അതിനൊപ്പം നടത്തുന്ന എല്ലാ പ്രവൃത്തിയോടും ചേർന്ന് നിൽക്കുന്ന നല്ലവരായ പൊതുസമൂഹത്തോട് കൃതജ്ഞത കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഔപചാരികമായി ഈ അഭിമാനകരമായ മുഹൂർത്തത്തിന് സാക്ഷിയായി നിൽക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത് ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് കണ്ണൂർ കോർപ്പറേഷന്റെ കേരളപ്പിറവി സമ്മാനമാണ് ഈ ഷെൽട്ടറുകളെന്ന് മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ കെ ഷബീന ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ഷമീമ ടീച്ചർ, എം പി രാജേഷ്, അഡ്വക്കേറ്റ് പി ഇന്ദിര, സിയാദ് തങ്ങൾ, ഷാഹിന മൊയ്തീൻ, സുരേഷ് ബാബു എളിയാവൂർ, കൌൺസിലർമാരായ മുസ്ലിം മഠത്തിൽ, പി കെ സാജേഷ് കുമാർ, ശ്രീലത വി കെ, മിനി അനിൽകുമാർ, ആസിമ സി എച്ച്, പൊതുപ്രവർത്തകൻ അഡ്വക്കേറ്റ് വിനോദ് പയ്യട, ചെരുപ്പുതുന്നൽ തൊഴിലാളി യൂണിയൻ നേതാവ് ബാബു കെ തുടങ്ങിയവരും പങ്കെടുത്തു. നേരത്തെ 4 പേർക്ക് ഇരിക്കാവുന്ന 2 ഷെൽട്ടറുകൾ ഇന്നർ വീൽ ക്ലബിന്റെ സഹായത്തോടെ നിർമ്മിച്ചു നൽകിയിരുന്നു. കേരളപ്പിറവി ദിനത്തിൽ വേറിട്ടൊരു കലാവിരുന്നൊരുക്കുകയാണ് ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക രതി കണിയാരത്ത്. സുകുമാരൻ മാസ്റ്റർ പാലക്കാട് സംഗീത സംവിധാനം ചെയ്ത് രതി കണിയാരത്ത് എഴുതിയ മ്യൂസിക് ആൽബം എന്റെ മലയാളം പ്രകാശനം സ്കൂൾ അസംബ്ലിയിൽ വെച്ച് നടന്നു. PTA പ്രസിഡന്റ് പ്രിയേഷ് കുമാർ, പ്രിൻസിപ്പൽ AV ജയരാജിന് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. വിജേഷ് കുട്ടിസ്റ്ററമ്പിലാണ് ആൽബം സംവിധാനം ചെയ്തത്. ഓർക്കസ്ട്രേഷൻ രഘുരാജ് ടാലോടും നിർവഹിച്ചു. ഹെഡ്മാസ്റ്റർ MC ശശീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷീജ കല്യാടൻ, രതി കണിയാരത്ത്, TO ധന്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. വ്യാവസായിക ടൂറിസം രംഗത്ത് വൻകിട പദ്ധതികൾ അവതരിപ്പിച്ചും നടപ്പാക്കാനൊരുങ്ങിയും ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും നടത്തിയ NRI സമ്മിറ്റ് സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സമ്മിറ്റിൽ 2128 കോടി രൂപയുടെ നിക്ഷേപവുമായി സംരംഭകർ മുന്നോട്ട് വന്നതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അറിയിച്ചു. ഇതോടെ കണ്ണൂരിന്റെ വികസന കുതിപ്പിന് പുതിയ പ്രതീക്ഷകൾ കൈവന്നു. 2ാം ദിനത്തിൽ ടൂറിസം, വിദ്യാഭ്യാസം, ഹോസ്പിറ്റാലിറ്റി വിഭാഗങ്ങളിലായി 724 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ സംരംഭകർ തയ്യാറായെന്നും PP ദിവ്യ പറഞ്ഞു. വളരെ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒട്ടേറെ വാഗ്ദാനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ വിവിധ പദ്ധതികളും ഈ ഒരു സമ്മിറ്റിൽ വെച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമ്മിറ്റിൻ്റെ ഒരു പ്രത്യേകത, ഈ 2 ദിവസങ്ങളിലും കൂടുതലായി പ്രവാസികളുടെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണയും പങ്കാളിത്തവും ഉണ്ടായി എന്നുള്ളതാണ്. വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ആളുകൾ താല്പര്യപ്പെട്ട് കണ്ണൂർ ജില്ലയിലേക്ക് വന്നിട്ടുള്ളത്. വ്യവസായ മേഖലയിൽ ഇന്നലെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് 1404 കോടിയുടെ നിക്ഷേപം. ഇത് രണ്ടും ചേർന്നുകൊണ്ട് നമുക്ക് NRI സമ്മിറ്റിൻ്റെ ഭാഗമായി 2128 കോടിയുടെ നിക്ഷേപമാണ് നമ്മുടെ ജില്ലയിൽ വ്യവസായ മേഖലയിൽ, ടൂറിസം മേഖലയിൽ, അതോടൊപ്പം സ്പോർട്സ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള
പദ്ധതികളുണ്ട്. ആദ്യ ദിനം വ്യാവസായിക രംഗത്ത് 1404 കോടി രൂപയുടെ നിക്ഷേപവുമായി സംരംഭകർ മുന്നോട്ട് വന്നിരുന്നു. ടൂറിസം രംഗത്ത് വൈവിധ്യങ്ങളായ പദ്ധതികളാണ് രണ്ടാം ദിനം പ്രഖ്യാപിച്ചത്. ജില്ലയിൽ 2 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർമ്മിക്കാനുള്ള വാഗ്ദാനം ലഭിച്ചതായും പി ദിവ്യ പറഞ്ഞു. അരോമ ഗ്രൂപ്പും ശ്രീരോഷ് ബിൽഡേഴ്സുമാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി മുന്നോട്ട് വെച്ചത്. അരോമ ബിൽഡേഴ്സ് 200 കോടി നിക്ഷേപിച്ച് ഈച്ചൂരിലാണ് ഹോട്ടലുകൾ നിർമ്മിക്കുക. 200 കോടി രൂപ നിക്ഷേപിച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കുമെന്നും അവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പരിയാരത്ത് ബൈക്കുമായി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ യുവാവ് മരിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഓലയമ്പാടി കണ്ണാടിപ്പൊയിലിലെ ജിഷ്ണു മരിച്ചത്. ഇന്നലെ പാണപ്പുഴ മാത്തുവയൽ പാലത്തിന്റെ അരികിൽ കൂടി പുഴയിലേക്ക് വീണതായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് പരിക്കേറ്റതിന് ശേഷം മുക്തനായി വരുന്നതിനിടയിലാണ് വീണ്ടും ജിഷ്ണു പരിക്കുപറ്റി ആശുപത്രിയിലായത്. അമിത വേഗതയിൽ വന്ന ബൈക്ക് റോഡിൽ നിന്ന് നിയന്ത്രണം തെറ്റി പാലത്തിന് കീഴെ കോൺക്രീറ്റ് തിട്ടയിലേക്ക് വീഴുകയും യുവാവ് വെള്ളത്തിലേക്ക് പതിക്കുകയുമായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരാണ് ജിഷ്ണുവിനെ പുറത്തെടുത്ത് പ്രാഥമിക ശുശ്രൂഷ നൽകി പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. മാതമംഗലം ഭാഗത്തു നിന്നും പാണപ്പുഴയിലേക്ക് വരുമ്പോഴാണ് സംഭവം. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഇതേ യുവാവിന് ഗുരുതര പരിക്കേറ്റിരുന്നു. അന്ന് പറ്റിയ പരിക്കിൽ നിന്നും മുക്തനായി സ്വകാര്യ ബസ്സിൽ കണ്ടക്ടർ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു. ഓലയമ്പാടിയിലെ ബിജു സീമ ദമ്പതികളുടെ മകനാണ്. സഹോദരങ്ങൾ ജിത്തിൻ ജിപ്പിൻ. ശവസംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഓലയമ്പാടിയിൽ നടന്നു. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളപ്പിറവി ദിനത്തിൽ ചെരുപ്പ് തുന്നൽ തൊഴിലാളികൾക്ക് വർക്ക് ഷെൽട്ടർ കൈമാറി. ഇനി മഴയും വെയിലുമേൽക്കാതെ സുരക്ഷിതമായി ജോലി ചെയ്യാം. ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ സമ്മാനം. കണ്ണൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കേന്ദ്രം. പിടികൂടിയത് 1,02,00,000 രൂപയുടെ സ്വർണം. 3 പേർ കസ്റ്റംസ് പിടിയിൽ. ബുദ്ധമയൂരിയുടെ വംശനാശത്തിന് കാരണമാവുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, മുള്ളിലം ചെടിയെ സംരക്ഷിക്കുക. ക്യാമ്പയിനുമായി സെന്റ് തെരേസസ് വിദ്യാർത്ഥിനികൾ. സ്വർണം ഇന്നൊരു ആഭരണമായിരിക്കാം, പക്ഷേ നാളെ അതൊരു സമ്പത്താണ്. വർത്തമാനത്തിന് ആത്മവിശ്വാസം നൽകുന്ന, ഭാവിക്ക് സുരക്ഷിതത്വം നൽകുന്ന ഒരു സമ്പത്ത്. ഇത് കണ്ണൂരിന്റെ സമ്പാദ്യ സ്വപ്നങ്ങൾക്ക് സ്വർണം ചാർത്തുന്ന ആരാധനാ ജ്വല്ലറി. 2019 ഉപ്പുമുളകും താരങ്ങൾ കണ്ണൂരിന് സമർപ്പിച്ച ആരാധനാ ജ്വല്ലറി ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, വാച്ചസ് ഇങ്ങനെ 4 കാറ്റഗറികളിലായി കണ്ണൂരിനെ ആഭരണങ്ങൾ അണിയിച്ചുകൊണ്ടേയിരിക്കുന്നു. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി, ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ, കണ്ണൂർ, ഫാഹിൽ ആൻഡ് മാലിയ, കുവൈറ്റ്. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. സുന്ദരിയാണി മഹാരാണി
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. കണ്ണൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 3 കേസുകളിലായി 1,02 ലക്ഷം രൂപയുടെ സ്വർണവുമായി 3 പേരെ പിടികൂടി. പുലർച്ചെ ദോഹയിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയ കൊടുവള്ളി സ്വദേശി ജംഷാദ് പടലി, അബുദാബിയിൽ നിന്നെത്തിയ കാസർഗോഡ് ഉദുമ സ്വദേശി അല്ലമീൻ, ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ് തളങ്കര സ്വദേശി റഫീഖ് ബൈക്കാര എന്നിവരെയാണ് കസ്റ്റംസ് പിടികൂടിയത്. അടിവസ്ത്രത്തിലും കൂൾ ഡ്രിങ്ക്സിന്റെ പാക്കറ്റിലും ഒളിപ്പിച്ചാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. ജംഷാദിൽ നിന്നും 60,11,520 രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. ശരീരത്തിൽ രഹസ്യഭാഗത്ത് ഒളിപ്പിച്ച 4 ക്യാപ്സൂൾ രൂപത്തിലാണ് ഇയാൾ 992 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചത്. അബുദാബിയിൽ നിന്നെത്തിയ കാസർഗോഡ് ഉദുമ സ്വദേശി അൽ അമീനിൽ നിന്നും 27,52,088 രൂപയുടെ 454 ഗ്രാം സ്വർണമാണ് കണ്ടെടുത്തത്. ഷാർജയിൽ നിന്നും എത്തിയ കാസർഗോഡ് തളങ്കര സ്വദേശി റഫീഖ് ബെയ്ക്കാര എന്നയാളിൽ നിന്നും 14,63,490 രൂപയുടെ സ്വർണമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. അടിവസ്ത്രത്തിലും ടാങ്കിന്റെ പാക്കറ്റിലും ഒളിപ്പിച്ചാണ് ഇയാൾ സ്വർണം കടത്താൻ ശ്രമിച്ചത്. മുഴപ്പിലങ്ങാട് ദേശീയപാതയിൽ വീണ്ടും വെള്ളക്കെട്ട്. കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ മുഴപ്പിലങ്ങാട് കുളമ്പസാറിലാണ് വെള്ളം കയറിയത്. ചൊവ്വാഴ്ച രാത്രിയിലെ ശക്തമായ മഴയെ തുടർന്നാണ് ദേശീയപാതയിൽ വെള്ളം നിറഞ്ഞത്. ഇതോടെ രാവിലെ മുതൽ ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. ദേശീയപാത വികസന പ്രവൃത്തിയെ തുടർന്ന് ഓവുചാലിന്റെ നിർമ്മാണം പൂർത്തിയാവാത്തതിനെ തുടർന്നാണ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടത് കാരണം ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. വേഗത നിയന്ത്രിച്ചാണ് ഇതുവഴി ഇന്ന് രാവിലെ മുതൽ വാഹനങ്ങൾ കടത്തിവിടുന്നത്. കാൽനടയാത്രയും ദുരിതമാണ്. വർഷകാലം ആരംഭം മുതൽ ഈ മേഖലയിലെ നിരവധി വീടുകളിൽ ദിവസങ്ങളോളം വെള്ളക്കെട്ടിലുണ്ടായിരുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. പുഴാതി രാമഗുരു UP സ്കൂൾ 160ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ പത്മശ്രീ SRD പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഷിക ആഘോഷ ലോഗോ നിർമ്മാണ ശില്പിക്കുള്ള ഉപഹാരവും നൽകി. ചിറക്കലിൽ 160 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് തലയുയർത്തി നിൽക്കുന്ന വിദ്യാലയമാണ് രാമഗുരു UP സ്കൂൾ. രാമൻ ഗുരുക്കളാൽ സ്ഥാപിതമായ ഈ വിദ്യാലയത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത്. ഹെഡ് മിസ്ട്രസ് KP ധനലക്ഷ്മി, വിജേഷ് K, ശശീന്ദ്രൻ, പ്രസാദ് P നാരായണൻ, VK ലളിതാദേവി, K ബാലകൃഷ്ണൻ മാസ്റ്റർ, K ബാബു, മഹമ്മൂദ് ഹാജി, CC രതീഷ്, MV ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. LSS USS വിജയികൾക്ക് ഉപഹാര സമർപ്പണവും നടന്നു. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോൺമെന്റ് വിതരണം വളപട്ടണം CI ജേക്കബ് MT നിർവഹിച്ചു. ലോഗോ നിർമ്മാണ ശില്പിക്ക് ഉപഹാരവും നൽകി. സർവീസിൽ നിന്നും വിരമിക്കുന്ന ജില്ലാ ആശുപത്രി സൂപ്രണ്ട് M പ്രീതയ്ക്ക് യാത്രയയപ്പ് നൽകി. ആശുപത്രി സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രത്നകുമാരി മുഖ്യ അതിഥിയായി. ഡോക്ടർ ലേഖ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് രത്നകുമാരി KK മുഖ്യ അതിഥിയായി. ഷേർലി ജോസഫ്, ഡോക്ടർ ജീജ, അനിൽകുമാർ, സുമിൻ മോഹൻ, പ്രകാശ് മണികണ്ഠൻ, ഡോക്ടർ പ്രീത, AV സജീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാനിപ്പോൾ അച്ചീവ് ചെയ്തത് എന്തൊക്കെയുണ്ടോ ഇതിനൊക്കെ ഞാൻ ആദ്യം താങ്ക്സ് പറയുന്നത് എൻ്റെ പാരൻസിനോടാണ്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഇപ്പോൾ ഇല്ല. പക്ഷെ എന്നാലും ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ആലോചിച്ച് നോക്കുമ്പോൾ അവര് നൽകിയ ഒരു സപ്പോർട്ട്, അതായത് എന്നെ ഒരു തീരുമാനം എടുക്കാൻ എപ്പോഴും ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ ശരിയാണോ ഒന്നും കൂടെ നീ ആലോചിക്കണമെന്ന് മാത്രമേ പറയാറുള്ളൂ, എടുക്കാൻ പാടില്ല എന്ന് എന്നിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് എല്ലാ വിധത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇവരെല്ലാം ഒരുക്കാണ്. അത് നമ്മൾ പറയും വാക്കുകൾ കൊണ്ട് മാത്രമല്ല സപ്പോർട്ട്, അതല്ലാതെ നമുക്ക് കുറേ സപ്പോർട്ടുകൾ ആവശ്യമുണ്ട്. ആ രീതിയിൽ എല്ലാ സപ്പോർട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ സെന്റ് തെരേസാസ് സ്കൂൾ വിദ്യാർത്ഥിനികൾ മുള്ളം ചെടികൾ സംരക്ഷിക്കേണ്ടതിനെ പറ്റിയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രശസ്ത ചിത്രശലഭ നിരീക്ഷകൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചില ജീവികളുണ്ട് നമ്മൾ ചില പൊല്യൂഷന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ലൈക്കൻസിന്റെ ഒരു സാധനം പഠിച്ചിട്ടുണ്ടാവും. ലൈക്കൻസ് ഫംഗസും ആകെയും ഒരുമിച്ച് ജീവിക്കുന്ന സിംബയോസിസ് എന്ന് പറയും. അങ്ങനെ ഒരു ജീവിയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത്. ചില ലൈക്കൻസ് എന്താണ് നിങ്ങൾ അറിയാം, ആസിഡാണോ ആൽക്കലിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമില്ല, ലിറ്റ്മസ്. ലിറ്റ്മസ് ഉണ്ടാക്കുന്ന ലിറ്റ്മസ് ഇസ് എ ഡൈസബ്സ്റ്റൻസ്.
ലിറ്റ്മസ് ഒരു വർണ്ണവസ്തുവാണ്. ആ വർണ്ണവസ്തു എടുക്കുന്ന ലൈക്കൻസിനാണ്. അപ്പോൾ ലൈക്കൻസ് നമ്മുടെ ഇവിടെയൊന്നും മരങ്ങളിലൊന്നും കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ പൊല്യൂട്ടഡ് ഏരിയ എന്നാണ്. അപ്പോൾ പൊല്യൂട്ടഡ് അല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ലൈക്കൻസ് ഉള്ളൂ. അതേപോലെ തന്നെ പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ കൂടുതലായിട്ടും ചിത്രശലഭങ്ങളെ കാണാൻ കഴിയും. അപ്പോൾ ചിത്രശലഭങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു നേച്ചുറലായിട്ടുള്ള അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത് പോളിനേഷൻ നടത്തൽ, അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ സസ്യങ്ങളെ നിലനിർത്തുക. കേരളത്തിലെ ഔദ്യോഗിക ചിത്രശലഭമായ ബുദ്ധമയൂരിയുടെ ഒരേയൊരു ഭക്ഷണം മുള്ളിലം ചെടിയുടെ ഇലകൾ മാത്രമാണ്. തടിവിലയില്ലാത്തതുകൊണ്ട് പടുമരമാണെന്ന തെറ്റിദ്ധാരണയിലൂടെ ഈ മരങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു. ഇത് ബുദ്ധമയൂരിയുടെ വംശനാശത്തിന് ഇടയാക്കും. ബോധവൽക്കരണം നടത്തി ഇത് തടയേണ്ടതായുണ്ട്. അതിന്റെ ഭാഗമായി കണ്ണൂർ സെന്റ് തെരേസസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കേരളപ്പിറവി ദിനം മുതൽ മാതൃഭാഷാ ദിനം വരെ 4 മാസം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തും. മാർക്ക് എന്ന സംഘടനയുടെ സഹകരണത്തോടെയാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുക. ഉദ്ഘാടന ചടങ്ങിൽ കുട്ടികൾക്ക് മുള്ളിലം ചെടികൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് ഷിബു ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ റോഷ്നി മാനുവൽ, മാർക്ക് സെക്രട്ടറി മഹേഷ് ദാസ്, മദർ PTA പ്രസിഡന്റ് ഐമ ജെയിംസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്നലെയുണ്ടായ ശക്തമായ മിന്നലിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടം. തോട്ടട ESI ആശുപത്രിക്ക് സമീപം തെങ്ങ് കത്തിനശിച്ചു. ആശുപത്രിക്ക് സമീപമുള്ള അരുക്കുണ്ടിൽ പ്രകാശന്റെ വീട്ടുവളപ്പിലെ തെങ്ങാണ് കത്തിനശിച്ചത്. പെട്ടെന്ന് തന്നെ മഴ പെയ്തതിനാൽ തീ പടർന്നില്ല. ഇടിയുടെ ശബ്ദത്തിൽ പ്രദേശത്ത് വലിയ പ്രകമ്പനമാണ് ഉണ്ടായത്. സമീപ പ്രദേശങ്ങളിലും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇടിയും മിന്നലും ഉണ്ടായത്. കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ 11ാമത് മഹാരുദ്രയജ്ഞം ഇന്ന് 2ാം ദിവസത്തിലേക്ക്. ക്ഷേത്രം തന്ത്രി കരുമാരത്തിലെത്ത പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും യജ്ഞാചാര്യൻ കിഴിയേടം രാമൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഒക്ടോബർ 31 മുതൽ നവംബർ 11 വരെയാണ് മഹാരുദ്ര യജ്ഞം നടക്കുക. 2012 നടന്ന അതിരുദ്ര മഹായജ്ഞത്തിന്റെ തുടർച്ചയായി കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ശിവക്ഷേത്രത്തിൽ നടന്നുവരുന്ന മഹാരുദ്ര യജ്ഞങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള 11ാമത് മഹാരുദ്ര യജ്ഞത്തിനാണ് ഇന്നലെ തുടക്കമായത്. നവംബർ 11 വരെയാണ് മഹാരുദ്ര യജ്ഞം നടക്കുക. ഈ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും മറ്റ് ചടങ്ങുകളും ഉണ്ടായിരിക്കും. വടക്കൻ കേരളത്തിൽ അതിരുദ്ര മഹായജ്ഞം സമ്പൂർണ്ണമായി നടക്കാൻ പോകുന്ന ഏക ക്ഷേത്രമാണ് ഇത്. ഇന്നു മുതൽ 10 വരെ രാത്രി 7:30 നടരാജ മണ്ഡപത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ക്ഷേത്രം തന്ത്രി കരുമാരില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും യജ്ഞാചാര്യൻ കിഴിയേടം രാമൻ നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5640, പവന് 45,120 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്. കണ്ണൂർ നിയമസഭാ മണ്ഡലം നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം നവംബർ 2 കണ്ണൂർ ടൗണിൽ നൈറ്റ് വാക്കും നവകേരള ദീപം തെളിയിക്കലും സംഘടിപ്പിക്കും. കായിക ഉപസമിതിയുടെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി. വൈകിട്ട് 6 മണിക്ക് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും നൈറ്റ് വാക്ക് ആരംഭിക്കും. നാഷണൽ ഗെയിംസ് മെഡൽ ജേതാക്കളായ കനകലക്ഷ്മി, S സൗമ്യ, റീഷ പുതുശ്ശേരി, അൽക്ക വി സണ്ണി എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. തുടർന്ന് ടൗൺ സ്ക്വയറിൽ 1000 പേർ പങ്കെടുത്ത് നവകേരള ദീപം തെളിയിക്കും. വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ, സംഘാടക സമിതി ഭാരവാഹികൾ, സമൂഹത്തിലെ വിവിധ രംഗത്തിലുള്ളവർ എന്നിവർ ഈ പരിപാടിയിൽ പങ്കാളികളാവും. അഴീക്കോട് മണ്ഡലം നവകേരള സദസ്സ് പരാതി പരിഹാര അദാലത്ത് 10-ന്. അഴീക്കോട് മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ നവംബർ 10-ന് പരാതി പരിഹാര അദാലത്ത് നടത്തുന്നു. പരാതികൾ നവംബർ 7-ന് വൈകിട്ട് 5 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ സ്വീകരിക്കും. കേടെക് സർട്ടിഫിക്കറ്റ് വിതരണം. കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2017 മുതൽ 23 വരെ കേടെക് പരീക്ഷ വിജയിച്ച് ഓഗസ്റ്റ് 31-ന് മുമ്പ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയവരുടെ കേട്ട് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇന്നു മുതൽ വിതരണം ചെയ്യും. 30 വരെ വിതരണം ചെയ്യുമെന്ന് ഓഫീസിൽ നിന്നും അറിയിപ്പ് ലഭിച്ചു.
റവന്യൂ റിക്കവറി ബാങ്ക് ലോൺ അദാലത്ത്. കണ്ണൂർ താലൂക്ക് പരിധിയിൽ വിവിധ ദേശസാൽകൃത ബാങ്കുകളിൽ വായ്പയെടുത്ത് റവന്യൂ റിക്കവറി നേരിടുന്നവർക്ക് റവന്യൂ റിക്കവറി ബാങ്ക് ലോൺ അദാലത്ത് സംഘടിപ്പിക്കുന്നു. നവംബർ 23, 24, 25 തീയതികളിൽ യഥാക്രമം കണ്ണവരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയം, എടക്കാട് ബ്ലോക്ക് ഓഡിറ്റോറിയം, കണ്ണൂർ താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിലാണ് അദാലത്ത് നടത്തുക. അദാലത്തിൽ പങ്കെടുക്കുന്നവർക്ക് പരമാവധി ഇളവുകൾ ലഭിക്കുമെന്നും തഹസിൽദാർ അറിയിച്ചു. അപ്രന്റീസ് ട്രെയിനി നിയമനം. മാടായി ഗവൺമെന്റ് ITയിൽ അപ്രന്റീസ് ട്രെയിനിയെ നിയമിക്കുന്നു. ITI പ്ലംബർ, പെയിന്റർ ട്രേഡുകൾ വിജയിച്ച പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ നവംബർ 4 രാവിലെ 10 മണിക്ക് ഹാജരാകുക. കളക്ഷൻ ക്യാമ്പ്. സംസ്ഥാന പട്ടികജാതി വികസന കോർപ്പറേഷൻ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നിന്നും വായ്പയെടുത്തവർക്ക് തിരിച്ചടവിനായി കളക്ഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളപ്പിറവി ദിനത്തിൽ ചെരുപ്പ് തുന്നൽ തൊഴിലാളികൾക്ക് വർക്ക് ഷെൽട്ടർ കൈമാറി. ഇനി മഴയും വെയിലുമേൽക്കാതെ സുരക്ഷിതമായി ജോലി ചെയ്യാം. ഇത് കണ്ണൂർ കോർപ്പറേഷന്റെ സമ്മാനം. കണ്ണൂർ വിമാനത്താവളം സ്വർണ്ണക്കടത്ത് കേന്ദ്രം. പിടികൂടിയത് 1,02,00,000 രൂപയുടെ സ്വർണം. 3 പേർ കസ്റ്റംസ് പിടിയിൽ. ബുദ്ധമയൂരിയുടെ വംശനാശത്തിന് കാരണമാവുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, മുള്ളിലം ചെടിയെ സംരക്ഷിക്കുക. ക്യാമ്പയിനുമായി സെന്റ് തെരേസസ് വിദ്യാർത്ഥിനികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ശുഭരാത്രി.